ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെറിയൊരു ബൗളിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർക്കാം. അതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂട് ഒരുപാട് ആകരുത്, ചെറിയ ചൂടുള്ള പാല് ചേർക്കാവൂ, അല്ലെങ്കിൽ ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റ് ആവില്ല. ഇനി 15 മിനിറ്റ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി 1.5 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാലിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഒരു 4 ഡ്രോപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിലായാലും കുഴപ്പമില്ല. ഇനിയൊരു നനഞ്ഞ കോട്ടൺ ടവൽ വെച്ച് മൂടി വയ്ക്കാം. 3 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാവ് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. തീ കത്തിക്കാതെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മാവ് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി കുറച്ച് ഓയിലൊന്ന് സൈഡിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. മാവിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് വല്ലാതെ പൊള്ളച്ച് വരും. എല്ലാ ഭാഗത്തും ഒരേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കാം. എന്നിട്ടത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അടിയിലത്തെ ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ഭാഗം തിരിച്ചിടാം.
ഇനി ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഈ ചീസിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കം, തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇതൊക്കെയാണ്, അപ്പം അതാണ് ഇട്ട് കൊടുത്തത്. വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മേലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ മോസറല്ല ചീസ് അതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ചീസിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി തീ കത്തിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റാണ് വേണ്ടത്. ഇതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം. അടപ്പിന് ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതിൽ ചെറിയൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പം 15 മിനിറ്റായി. പിസ്സ റെഡി ആയിട്ടുണ്ട്. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് 15 മിനിറ്റിൽ ചീസ് മെൽറ്റായിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ വെച്ച് ചീസ് മെൽറ്റ് ആവണവർ വെയിറ്റ് ചെയ്യണം.
ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു കഷ്ണം മുറിച്ചെടുത്ത് നോക്കാം. നല്ല ടേസ്റ്റി പിസ്സ റെഡി.